ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീത അഥ പഞ്ചമോധ്യായഃ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായത്തിലെ, അതായത് സന്യാസയോഗത്തിലെ 1-ാമത്തെ ശ്ലോകം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനര്യോഗം ച ശംസസി യാശ്രേയ യദയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർത്ഥം: അർജുനൻ പറഞ്ഞു, കൃഷ്ണ, ഹേ കൃഷ്ണ, കർമ്മങ്ങളുടെ പരിത്യാഗത്തെയും പിന്നീട് കർമ്മയോഗത്തെയും അങ്ങ് പ്രശംസിക്കുന്നു. ഈ രണ്ടിൽ യാതൊന്നാണോ ശ്രേയസ്കരമായിട്ടുള്ളത്? സുനിശ്ചിതമായ ആ ഒന്നിനെ എനിക്ക് പറഞ്ഞു തന്നാലും. അതായത് ജീവാത്മാവിന് ശരീരത്തിൽ ഉണ്ടാകുന്ന കർമ്മബന്ധനത്തെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ വിവരിച്ചുവല്ലോ. ഭക്തിപൂർവമായ കർമാനുഷ്ഠാനം കൊണ്ട് കർമ്മബന്ധനത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാനാകുമെന്നും വ്യക്തമാക്കി. ജ്ഞാന മാർഗത്തിലൂടെ ഉന്നത പദവിയിലെത്തിയ സാധകന് കർത്തവ്യമായി ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് 3-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തി. സകല യജ്ഞ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പര്യവസാനിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. എന്നിട്ട് 4-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് എഴുന്നേറ്റു നിന്ന് പൊരുതാൻ ഭഗവാൻ അർജുനനെ ഉദ്ബോധിപ്പിച്ചു. ഭക്തിപൂർവകമായ കർമ്മത്തെയും ജ്ഞാനാധിഷ്ഠിതമായ നൈഷ്കർമ്മ്യത്തെയും ഒരേ സമയം പുകഴ്ത്തിപ്പറഞ്ഞത് അർജുനന്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ജ്ഞാനത്തോടെയുള്ള പരിത്യാഗം എന്നതുകൊണ്ട് ഇന്ദ്രിയ പ്രവർത്തനങ്ങളായ സകല പ്രവൃത്തികളും മതിയാക്കുക എന്ന ആശയമാണ് അർജുനൻ ഉൾക്കൊണ്ടത്. അങ്ങനെയുണ്ടായ ആശയക്കുഴപ്പം കൊണ്ടാണ് അർജുനൻ ഭഗവാനോട് തുറന്നു ചോദിക്കുന്നത്, ഭഗവാനെ, അങ്ങ് കർമ്മപരിത്യാഗത്തെയും കർമാചരണത്തെയും ഒരേ സമയം പുകഴ്ത്തി പറയുന്നു. കർമാചരണമോ നൈഷ്കർമ്മ്യമോ ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന് തീർച്ചയാക്കാൻ എനിക്ക് കഴിയുന്നില്ല. കർമ്മം ചെയ്യണമോ ചെയ്യാതിരിക്കണമോ എന്ന കാര്യം ആകെ സന്ദേഹസ്ഥിതിയിലായിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യണം? അങ്ങൊടുവിൽ എഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല ഭഗവാനെ. അങ്ങയുടെ ഭക്തനെ ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കണേ. ഈ 2 മാർഗങ്ങളിൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളതെന്ന് നിശ്ചയിച്ച് സദയം എനിക്ക് പറഞ്ഞു തന്നാലും. അർജുനൻ പറഞ്ഞതിന് ഭഗവാൻ മറുപടി പറയുന്നതാണ് 2-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച സന്യാസഃ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. അർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തു, സന്യാസവും ഈശ്വരാർപ്പണമായ കർമാനുഷ്ഠാനവും രണ്ടും മോക്ഷപ്രദങ്ങൾ തന്നെ. എന്നാൽ ആ 2 വച്ച് കർമ്മപരിത്യാഗത്തേക്കാൾ ഈശ്വരാർപ്പണമായ കർമാനുഷ്ഠാനം വിശേഷപ്പെട്ടതാകുന്നു. അതായത് ഭഗവാൻ അരുളി ചെയ്തു, അർജുന, കർമ്മസന്യാസവും ഈശ്വരാർപ്പണമായ കർമാനുഷ്ഠാനവും ശ്രേഷ്ഠങ്ങൾ തന്നെ. രണ്ടും മോക്ഷദായകങ്ങളും ആണ്. അവയിൽ കർമ്മപരിത്യാഗത്തേക്കാൾ എന്തുകൊണ്ടും ശ്രേയസ്കരമാണ് ഈശ്വരാർപ്പണ ബുദ്ധിയോടെയുള്ള കർമാനുഷ്ഠാനം. അതായത് ഭഗവാൻ പറയുന്നത്, ഈശ്വരാർപ്പണമായ കർമ്മത്തിലൂടെ കർമ്മപരിത്യാഗത്തിന്റെ ഫലം തന്നെ നേടാൻ കഴിയും എന്നാണ്. ശ്ലോകം 4. സാംഖ്യയോഗൗ പൃഥഗ്ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. അർത്ഥം: സാംഖ്യവും യോഗവും വെവ്വേറെയാണെന്ന് ബാലന്മാർ പ്രവചിക്കുന്നു, പണ്ഡിതന്മാർ പ്രവചിക്കുന്നില്ല. ഒന്നില്ലെങ്കിലും നല്ലവണ്ണം സ്ഥിതി ചെയ്യുന്നവൻ രണ്ടിന്റെയും ഫലം നേടുന്നു. ജ്ഞാനയോഗവും കർമ്മയോഗവും വെവ്വേറെയാണെന്നും പരസ്പരം ഭിന്നങ്ങളാണെന്നും ഒക്കെ പ്രവാദമുണ്ടാക്കുന്നത്, അതായത് ദൂഷ്യം പറയുന്നത് ബാലന്മാരാണ്, വിവേകശൂന്യരാണ്. പണ്ഡിതന്മാരാരും അങ്ങനെ പറയാറില്ല.
ജ്ഞാനയോഗം അഭ്യസിച്ചവരും കർമ്മയോഗത്തെ പരിശീലിച്ചവരും നേടുന്നത് ഒരേ ഫലം തന്നെയാണ്. ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമല്ലെന്ന് മാത്രമല്ല, രണ്ടിൽ എന്തായാലും ഒരേ ഫലം തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ശ്ലോകം 5. യത് സാഖ്യ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. അർത്ഥം: ജ്ഞാനനിഷ്ഠന്മാരായ സന്യാസിമാരാൽ യാതൊരു സ്ഥാനം പ്രാപിക്കപ്പെടുന്നുവോ ആ സ്ഥാനം കർമ്മയോഗികളാലും പ്രാപിക്കപ്പെടുന്നു. ജ്ഞാനയോഗവും കർമ്മയോഗവും യാതൊരുവൻ ഒന്നായി കാണുന്നുവോ അയാൾ സത്യം കാണുന്നു. സന്യാസയോഗത്തിലെ 5 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്രേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.